നമസ്കാരം. CPM-ന്റെ കയ്യിൽ നിന്ന് BJP ഭരണം പിടിച്ചെടുത്തതോടെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും ഏത് സാധാരണക്കാരനും മേയറെ ഓഫീസിൽ പോയി കാണാം. പഴയതുപോലെ രാജാവിൻ്റെ മുന്നിൽ പ്രജ നിൽക്കുന്നത് പോലെ ഓച്ചാനിച്ചു നിൽക്കണ്ട. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും മേയറെ വന്ന് കാണാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അത് നീതിയുക്തമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആ പറച്ചിൽ മാത്രമല്ല, അദ്ദേഹം ഒരു പ്രശ്നവുമായി ചെന്നു കഴിഞ്ഞാൽ അത് കാലതാമസമില്ലാതെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും CPM-കാർക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ദ്രോഹിക്കുക, ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ശൈലി. കഴിഞ്ഞ മേയറുടെ കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയും BJP-യെ താഴെ ഇറക്കുക, ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക. കാരണം മേയർ VV രാജേഷാണ് പാളയം മാർക്കറ്റിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. പാളയം സന്തോഷ് എന്ന CPM ഗുണ്ടയാണ് അവിടെ അനധികൃതമായി പാളയം മാർക്കറ്റിൽ കുറേ സ്ഥലങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒഴിപ്പിച്ചു. ആ പാളയം സന്തോഷ് ഇന്ന് ഒളിവിലാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ. എന്നു മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളുമൊക്കെ പരിശോധന നടത്തി വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി പിഴ ഈടാക്കി. ആ ഹോട്ടലുകൾ ഏതാണെന്ന് പോലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു മേയർ. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉപകാരമാണ്. ഇതൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഴോട്ടുകോണം BJP കൗൺസിലറായ സുഗതൻ കാപ്പ കേസിൽപ്പെട്ട് ജയിലിലാകുന്നത്. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജയന പന്തലും കെട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോർപ്പറേഷന് മുന്നിൽ സമരമിരിക്കുകയാണ് വഞ്ചിയൂർ ബാബു ഉൾപ്പെടെയുള്ള ഈ കൗൺസിലർമാർ, CPM കൗൺസിലർമാർ. ആരാണ് വഞ്ചിയൂർ ബാബു? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് തലയിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു CPM-കാരൻ. അയാളാണ് വഞ്ചിയൂർ ബാബു. ശങ്കരൻകുട്ടി നായർ എന്നാണ് യഥാർത്ഥ പേര്. പക്ഷേ വഞ്ചിയൂർ ബാബു എന്ന് സ്വയം പുള്ളി ഇട്ടിരിക്കുന്ന ഒരു പേരാണ്. ഇപ്പോൾ പാറ്റൂരിൽ നിന്ന് മത്സരിച്ചു ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാനായി വന്നപ്പോൾ ഈ വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലിട്ട് തല്ലിച്ചതച്ചത്. അപ്പോൾ അയാളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും BJP-യെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയ ഒരു അക്രമം. അതുമാത്രമല്ല, ദൈവനാമത്തിലും ബലിദാനികളുടെ നാമത്തിലുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ആ റദ്ദാക്കിയിട്ട് അവർക്ക് കാലപരിധിയും കൊടുത്തു. അതിനുള്ളിൽ അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ മാത്രമേ അവർക്ക് ഈ കൗൺസിലർമാർ എന്നുള്ള ഒരു പരിഗണന കിട്ടൂ എന്നുള്ളത്. പക്ഷേ അവർ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ നടത്തി. ഇതിനെതിരെയാണ്, ഇത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലത്തെ അക്രമം അരങ്ങേറിയത്. ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തതോ കടകംപള്ളി സുരേന്ദ്രനെയും V ശിവൻകുട്ടിയെയും പോലെയുള്ള കുറേ വന്ധ്യവയോധികരാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ്. ഇന്നലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അക്രമമാണ് തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറിയത്. മേയറുടെ ചേംബറിന് മുന്നിലാണ് LDF പ്രവർത്തകരും BJP കൗൺസിലർമാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ സംഘർഷത്തിലാണ് മേയർ VV രാജേഷ് അടക്കം 15 കൗൺസിലർമാർക്ക് പരിക്കേറ്റത്. ഈ നിലത്ത് വീണ് കിടന്ന മേയർക്ക് 10 മിനിറ്റോളം എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. ആ തരത്തിലായിരുന്നു ഇവരുടെ വിളയാട്ടം. ഇടത് കണങ്കാലിന് പരിക്കേറ്റ മേയർ VV രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നീട് ചികിത്സ തേടി. കാലിൻ്റെ സന്ധിക്ക് പരിക്കേറ്റത് കൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു. LDF-ന്റെ നികുതി അപ്പീൽ സ്ഥിരസമിതി അധ്യക്ഷ സിന്ധു ശശിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റു. 4 തുന്നിക്കെട്ട് ഉണ്ട് അവർക്ക്. പരിക്കേറ്റ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് ഉൾപ്പെടെ 15 കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. BJP പ്രതിനിധികളായ 19 കൗൺസിലർമാർ രണ്ടാമത് സത്യപ്രതിജ്ഞ നടത്തിയത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് LDF കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിച്ചത്. ഇതാണ് സംഘർഷത്തിൻ്റെ തുടക്കത്തിന് കാരണമായത്. ഉച്ചയ്ക്ക് 12:10 കോർപ്പറേഷൻ ആസ്ഥാനത്തെത്തിയ മേയർ VV രാജേഷ് ചേംബറിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ LDF കൗൺസിലർമാർ തടഞ്ഞത്. ഇതിനെ തുടർന്ന് മേയർക്കൊപ്പം എത്തിയ BJP അംഗങ്ങളും LDF അംഗങ്ങളും തമ്മിലുള്ള രൂക്ഷമായ വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ഇതിനിടയിൽപ്പെട്ടാണ് മേയർ നിലത്തു വീണതും അദ്ദേഹത്തിന് പലതവണ ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് അവിടെ കിടക്കേണ്ടി വന്നതും 10 മിനിറ്റോളം. ഒടുവിൽ പോലീസ് എത്തിയാണ് മേയറെ രക്ഷിച്ച് ചേംബറിലേക്ക് കടത്തിവിട്ടത്. മേയർക്കും സ്ഥിരസമിതി അധ്യക്ഷയ്ക്കും മാത്രമല്ല LDF പ്രതിനിധിയായ SS സിന്ധുവിനും BJP അംഗമായ BG ഗിരികുമാറിനുമൊക്കെ സാരമായ പരിക്കുണ്ട്. സംഘർഷം നിയന്ത്രിക്കാനെത്തിയത് മ്യൂസിയം പോലീസാണ്. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CPO-യായ ആർദ്ര എന്ന് പറയുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. മാധ്യമപ്രവർത്തകരെയും കയ്യാങ്കളിക്കിടയിൽ വെറുതെ വിട്ടില്ല ഇവരൊക്കെ. കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷന് മുന്നിൽ നടത്തിവന്ന സമരത്തിന്റെ വേദി സത്യപ്രതിജ്ഞാ വിവാദം കൂടിയായതോടെ മേയറുടെ ഓഫീസിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു ഈ LDF തെമ്മാടികൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വൃത്തികെട്ട
ഒരു ശൈലിയാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന്. കഴിഞ്ഞ തവണത്തെ പോലെയാണ് ഇപ്പോഴത്തെ ഭരണസമിതി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികളൊക്കെ നമുക്കറിയാം. അവരുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും നമുക്കറിയാം. സാധാരണക്കാരോടൊക്കെ അവർ പുച്ഛത്തോടുകൂടി പെരുമാറിയിരുന്നതൊക്കെ നമുക്കറിയാം. ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികൾ, ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ഇല്ലാത്ത മാലിന്യം നീക്കിയതിന് ലക്ഷങ്ങളാണ് എഴുതിയെടുത്തത്. അതുപോലെ ഈ മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് കുപ്പിവെള്ളവും പൊറോട്ടയും ചിക്കനും ഏത്തപ്പഴവും വാങ്ങിക്കൊടുത്തു എന്ന പേരിൽ 10,42,000 രൂപ വേറെയും, കെട്ടിട നികുതി, ഭൂനികുതി, അങ്ങനെ സകല അഴിമതികളും കാണിച്ചു. ഇതിലൊക്കെ വെട്ടിപ്പ് കാണിച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായി ഈ BJP ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം പുറത്തു വരികയാണ്. ഇനിയും പുറത്തു വന്നാൽ ജനങ്ങൾ ഇവരെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത് മുന്നിൽ കണ്ടതുകൊണ്ടാണ് BJP ഭരണസമിതിയെ താഴെ ഇറക്കാനായി ഈ CPM-കാർ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്കറിയാം മുമ്പ് എങ്ങനെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനം, ഇപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനം എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മര്യാദയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി ഇവിടെ ജീവിച്ചു പോകാം, തല്ലുകൊള്ളാതെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ജനങ്ങൾ അത്രയധികം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കണം.